മുരിങ്ങയ്ക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു തോരൻ റെഡിയാക്കാം. ഓക്കെ, ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് ഒന്ന് പൊളന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കവർ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. 2 രീതിയിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ തിരുമ്മിയത്, അതിലേക്ക് 2 കഷ്ണം വെളുത്തുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതല്ലെങ്കിൽ പച്ചമുളകും നമ്മുടെ വലിയ ജീരകം പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. 2 രീതിയിൽ 2 ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പം നമ്മുടെ പെരിഞ്ജീരകവും പച്ചമുളകും കൂടെ തേങ്ങായുമായിട്ട് ഒന്ന് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തുകൊണ്ട് അരപ്പിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ 2 രീതിയിൽ നമ്മൾ ചതച്ചെടുത്താലും അതിൻ്റെ കൂട്ടത്തിൽ 2-3 കഷ്ണം ചെറിയ ഉള്ളി അല്ലെങ്കിൽ 1 കഷ്ണം സവാളയും കൂടെ ചേർത്തിട്ട് വേണം ചതച്ചെടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മുരിങ്ങയ്ക്കയുടെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.